നമ്മുടെ ഈ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവരും ഈ വേദിയിലേക്ക് വന്നിരിക്കണമെന്ന് നിശ്ചിതമായി അറിയിക്കുന്നു. വേദിയിലുള്ള പ്രസിഡന്റ്, അതുപോലെ സുബൈർ ടി.സി, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സമൂഹത്തിൽ ഇന്ന് വളരെയധികം വലിയ തോതിൽ കണ്ടുവരുന്ന ഒരു ദുശ്ശീലമാണ് ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം. മുമ്പൊക്കെ ഇത്തരം കേസുകൾ നമ്മൾ എറണാകുളത്തും കൊച്ചിയിലും പോലുള്ള പ്രമുഖ പ്രധാന നഗരങ്ങളിലാണ് കേട്ടിരുന്നത്. എന്നാൽ ഈയിടെയായി നമ്മുടെ സമീപ നാടുകളിൽ തന്നെ ഇത്തരം കേസുകൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇത്തരം ദുശ്ശീലങ്ങളിൽ പെട്ടുപോകുന്നത് വളരെ ആശങ്കയിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരവസ്ഥയിൽ ഈ നാട്ടിലെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുക എന്ന് ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഭാഗ്യം എന്ന് പറയാം, നമ്മുടെ നാട് ഇത്തരം കേസുകളിൽ ഇതുവരെ പെട്ടിട്ടില്ല. അത് നമ്മുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിലേക്ക് നാം പോകുന്നതിന് മുമ്പായി നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തേണ്ടത് അത്യന്താപേക്ഷമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇതുപോലെ ഒരു സദസ്സ് നാം സംഘടിപ്പിക്കേണ്ടി വന്നത്. നമുക്ക് ഈ ക്ലാസ് നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും എത്താമെന്ന് പറഞ്ഞവരുണ്ട്. അവരൊക്കെ താമസിയാതെ ഇവിടെ വേദിയിലെത്തുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ യോഗം അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെ അസ്രഫ് മുസ്ലിയാരാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദമായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സാജിദ് സാർ അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ 19ാം വാർഡിന്റെ മെമ്പർ കൂടിയായ രോഹിൽനാഥിനെ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വരാമെന്ന CPM-ന്റെ നേതാവ് ഹൈദാസ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള സുബൈർ ടി.സി പാണ്ടിക്കാട് യൂത്ത് ലീഗിന്റെ പ്രധാന നേതാവ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ യോഗത്തിന് ആശംസ അറിയിക്കാമെന്നേറ്റ ബഹുമാനപ്പെട്ട നാസർ അലി ഗോഡ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വേദിയിലുള്ള മറ്റ്
ബഹുമാനപ്പെട്ട ലത്തീഫ് മാഷ്, അതുപോലെ നമ്മുടെ ഉസ്താദ് ഇർഫാദ് വാഗവി, അതുപോലെ നമ്മുടെ തൊണ്ടിയിൽ ഈസൻ മുസ്ലിയാർ എന്നിവരെയെല്ലാം ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് അസ്തഫ് മുസ്ലിയാർ